ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവ്മാൻ മലയാളത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ബിജു മേനനും ആസിഫ് അലിയും ഒന്നിച്ച് ജിസ് ജോയ് സംവിധാനം ചെയ്ത് പുറത്തു വന്നിട്ടുള്ള തലവൻ എന്ന ഇൻവെസ്റ്റിഗേഷൻ ചിത്രം കണ്ടതിന് ശേഷം എനിക്ക് അതിൽ നിന്നും കണ്ടെത്താൻ സാധിച്ചിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസുകളും കുറച്ച് മിസ്റ്റേക്സുകളും ഈ സിനിമയുടെ എൻഡിങ്ങിനെ കുറിച്ചുള്ള ഒരു എക്സ്പ്ലനേഷനും അടുത്ത ഭാഗത്തിൽ എന്തെല്ലാമാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാമാണ് ഈ വീഡിയോയിലൂടെ പറയാനായി പോകുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഇതിൽ പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് സ്പോയിലർ ആയിരിക്കും. സോ നമുക്ക് ഒട്ടും സമയങ്ങളല്ല, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ സിനിമയുടെ എൻഡിങ്ങിനെ കുറിച്ചും രണ്ടാം ഭാഗത്തിൽ ആരായിരിക്കും വില്ലനായി വരാൻ പോകുന്നത് എന്നതിനെ കുറിച്ചും ഒന്ന് നോക്കാം. സിനിമയുടെ അവസാനം ദിലീഷ് പോത്തന്റെ കഥാപാത്രത്തെ ആരോ കൊല്ലുന്നതായി കാണിക്കുന്നുണ്ട്. സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഈ ഒരു കഥാപാത്രം ആ കഥകൾ പറയുമ്പോൾ ആരെയോ ഭയക്കുന്നതായി കാണിക്കുന്നുണ്ട്. ആ കേസിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഭയപ്പെടുന്നതായും ആ പ്രോഗ്രാം ഒരു പ്രത്യേക ദിവസം ടെലികാസ്റ്റ് ചെയ്യാമോ എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. സോ ഇങ്ങനെ ഒരു ഡിവൈഎസ്പി ആയിരുന്ന കഥാപാത്രം ഭയപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാൾ ഭയക്കുന്നത് അയാളെക്കാട്ടിലും പവർഫുൾ ആയിട്ടുള്ള ഒരു കഥാപാത്രത്തെ ആകണം. സോ ഈ ഒരു സിനിമ മൊത്തത്തിൽ പോലീസുകാരെ ബേസ് ചെയ്ത് വരുന്നത് കൊണ്ട്, വില്ലന്മാരായിട്ട് പോലും പോലീസുകാർ വരുന്നത് കൊണ്ട് ഈ ഒരു ഡിവൈഎസ്പി കഥാപാത്രത്തെക്കാട്ടിലും പവർഫുൾ ആയിട്ടുള്ള ഒരു വില്ലൻ കഥാപാത്രം സെക്കൻഡ് പാർട്ടിൽ വരാൻ ചാൻസ് ഉണ്ട്. സോ ഇനി ഈ പോലീസുകാരൻ ഏത് രീതിയിലാണ് കേസിലേക്ക് വരുന്നതെന്ന് നോക്കാം. ഈ അരുൺ എന്ന കഥാപാത്രം മരണപ്പെടുന്നതാണ് അരുണിന്റെ അച്ഛനെ ഈ കൊലപാതകങ്ങളെല്ലാം നടത്താൻ പ്രേരിപ്പിക്കുന്നത്. എന്നാൽ ഇവിടെ അരുൺ മരണപ്പെടാൻ കാരണമാകുന്നത്, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ കാരണമാകുന്നത് അവന്റെ കാമുകിയുടെ മുന്നിൽ വെച്ച് അച്ഛൻ തല്ലിയത് കൊണ്ടാണ്. സോ ഈ കാമുകിയുടെ കാര്യങ്ങൾ പിന്നീട് എവിടെയും ചിത്രത്തിൽ കാണിച്ചിട്ടില്ല. ഈ കാമുകിയും അരുണുമായി അയർലൻഡിൽ താമസിക്കുകയാണ് എന്നാണ് തുടക്കമെല്ലാം പറയുന്നത്. എന്നാൽ അവസാനം അരുൺ അയർലൻഡിലേക്ക് പോയിട്ടേയില്ല, ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടിരുന്നു എന്നാണ് കാണിക്കുന്നത്. സോ അങ്ങനെയെങ്കിൽ കൂടെയുള്ള ആ പെൺകുട്ടി എവിടെ പോയി? ഒരുപക്ഷെ ആ പെൺകുട്ടി മറ്റെവിടെയെങ്കിലും താമസിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ ആ പെൺകുട്ടിയും നേരത്തെ തന്നെ മരണപ്പെട്ടിരിക്കാം. കാരണം ആ പെൺകുട്ടി കാരണമാണ് അരുണിന് അത്രയും തല്ലിക്കൊള്ളേണ്ടതായി വരുന്നത്. സോ ആ ഒരു വിഷമത്തിൽ ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തിരിക്കാം. അതിനുശേഷമായിരിക്കാം അരുൺ ആത്മഹത്യ ചെയ്യുന്നതായി കാണിച്ചത്. അതല്ലെങ്കിൽ അരുൺ ആത്മഹത്യ ചെയ്തതിന്റെ വിഷമത്തിൽ, താൻ കാരണം അരുൺ മരണപ്പെട്ടു എന്നുള്ള വിഷമത്തിൽ പെൺകുട്ടി ആത്മഹത്യ ചെയ്തിരിക്കാം. സോ അരുണിന്റെ അച്ഛൻ അരുണിന്റെ മരണത്തിന് കാരണക്കാരായവരോട് പ്രതികാരം ചെയ്യുന്നത് പോലെ തന്നെ ആ പെൺകുട്ടിയുടെ അച്ഛനും, അല്ലെങ്കിൽ ആ പെൺകുട്ടിക്ക് വേണ്ടപ്പെട്ടവരും ഇതുപോലെ പ്രതികാരങ്ങൾ ചെയ്യാൻ സാധ്യതയുണ്ട്. സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സിനിമ മൊത്തത്തിൽ പോലീസുകാരുമായി ബന്ധപ്പെട്ട് വരുന്നത് കൊണ്ട് ഈ പെൺകുട്ടിയുടെ അച്ഛനും, അല്ലെങ്കിൽ പെൺകുട്ടിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളും ഇത്തരത്തിൽ പോലീസിൽ ഉണ്ടായിരുന്നുവെന്നും അയാളാണ് സെക്കൻഡ് പാർട്ടിലെ മെയിൻ വില്ലനായി വരാൻ പോകുന്നതും എന്നായിരിക്കാം ഇനി കാണിക്കാൻ പോകുന്നത്. കൂടാതെ ഇതിൽ ജാഫർ ഇടുക്കിയുടെ കഥാപാത്രത്തെ തുടക്കത്തിൽ ഒരു കോമഡി പീസായിട്ടെല്ലാമാണ് കാണിക്കുന്നത്. എന്നാൽ സിനിമയുടെ എൻഡിങ്ങിൽ ദിലീഷ് പോത്തൻ മരിച്ചു കിടക്കുമ്പോഴാണ് അയാൾ അത്തരത്തിലൊരു കോമഡി പീസ് ഒന്നുമല്ല, സീരിയസ് ആയിട്ടുള്ള ഒരു കഥാപാത്രമായിരുന്നു എന്ന് കാണിക്കുന്നത്. ഇതേപോലെ ഈ കഥാപാത്രം കാർത്തിക് എന്ന ആസിഫ് അലിയുടെ കഥാപാത്രത്തിനോട് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഒരു കാര്യം പറയുന്നുണ്ട്. സാർ നോക്കിക്കോ, ഈ കേസ് അവസാനിക്കുമ്പോൾ പ്രതിയുടെ പേര് സുനിത എന്നായിരിക്കുമെന്ന്. ആ സീൻ ഒരു രസകരമായിട്ടുള്ള സീൻ പോലെയാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. കാര്യം അവിടെ കാണിക്കുന്നത് ഈ സുനിത എന്ന് പറയുന്ന മിയ ജോർജിന്റെ കഥാപാത്രം വില്ലത്തിയായി വരുമെന്നാണ്. ആ ഒരു സീൻ ഒരു കോമഡി പോലെയെല്ലാമാണ് കാണിച്ചു പോകുന്നതെങ്കിലും ഈ ഒരു ഡയലോഗ് പറയുന്ന സമയം അതൊരു കോമഡി ആയിട്ടൊന്നുമല്ല, കുറച്ച് സീരിയസ് ആയിട്ട് തന്നെയാണ് നമ്മളെ കാണിക്കുന്നത്. പക്ഷെ സാറ് കണ്ടോ, എന്നേലും ഈ കേസ് തെളിയുമ്പം പ്രതിയുടെ പേര് സുനിത എന്നായിരിക്കും. അതെനിക്ക് ഉറപ്പാ സാറേ. എന്നാൽ പിന്നീട് ഈ കഥാപാത്രം തന്നെ ഈ ഡയലോഗ് മാറ്റി ഒരു കോമഡി എല്ലാം ആക്കി പോകുന്നുണ്ട്. എന്നിരുന്നാലും സിനിമയുടെ അവസാനം ഈ കഥാപാത്രം ഇങ്ങനെ ഒരു കോമഡി പീസ് അല്ല, സീരിയസ് റോളാണ് ചെയ്തിരുന്നതെന്ന് നമുക്ക് മനസ്സിലാകുമ്പോൾ ആ ഒരു കാര്യം വെച്ച് ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നിയത്, ഇവിടെ സുനിത എന്ന് പറയുന്നത് ആ മിയ ജോർജിനെ തന്നെയാണെങ്കിലും ജാഫർ ഇടുക്കി പറയുന്ന ഈ കേസ് അവസാനിക്കുമ്പോൾ പ്രതിയുടെ പേര് സുനിത എന്നാകും എന്നതുകൊണ്ട് ഒരുപക്ഷെ നേരത്തെ വിട്ടുപോയ ആ പെൺകുട്ടിയെ കുറിച്ചാകാം ഇവിടെ പറയുന്നത്. ഒരുപക്ഷെ ആ പെൺകുട്ടിയുടെ പേര് സുനിതയും തന്നെയാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പേരാകാം. എന്ത് തന്നെയാണെങ്കിലും ഇങ്ങനെ ഒരു പെൺകുട്ടിയാണ് ഈ ഒരു കേസെല്ലാം അവസാനിക്കുന്ന സമയത്ത്, ഈ ഒന്നാമത്തെ പാർട്ട് അവസാനിക്കുന്ന സമയത്തല്ല, ഇനിയൊരു സിനിമ വരികയാണെങ്കിൽ ആ ഒരു സിനിമ അവസാനിക്കുന്ന സമയത്ത് ഇതിനെല്ലാം കാരണക്കാരിയായി വന്നിരുന്നത്, യഥാർത്ഥ പ്രതി എന്ന് പറയുന്നത് ഈ ഒരു പെൺകുട്ടിയാകാം, അല്ലെങ്കിൽ ഈ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ടവരാകാം എന്ന രീതിയിലായിരിക്കാം ഈ ഒരു ഡയലോഗ് ഇവിടെ വളരെ ഇമ്പോർട്ടൻസോടുകൂടി തന്നെ കാണിച്ചത്. ഇതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ബിജു മേനന്റെ വീട്ടിൽ വന്ന് ഒരു വണ്ടി കത്തിക്കുന്ന ഒരാളെ കാണിച്ചിട്ടുണ്ട്. ആ സമയം നമുക്കത് തോന്നുന്നത് മനുദാസ് എന്ന കഥാപാത്രമായിട്ടാണ്. എന്നാൽ പിന്നീട് ഈ ഒരു കഥാപാത്രം അങ്ങനെ ചെയ്ത് തന്റെ കല്യാണക്കുറി വീടിന്റെ ഫ്രണ്ടിൽ ഒട്ടിക്കുകയാണെങ്കിൽ അത് തന്റെ നേരെ തന്നെ കേസ് വരാൻ ചാൻസ് ഉണ്ട് എന്ന് ആസിഫ് അലി പറയുന്നതിൽ നിന്നും അത്തരം ഒരു കാര്യം അയാൾ ചെയ്യാൻ സാധ്യതയില്ല എന്ന് നമുക്ക് മനസ്സിലാകുന്നതാണ്.
കൂടാതെ ഇത് അരുണിന്റെ അച്ഛനായിട്ടുള്ള ശിവദാസൻ എന്ന കഥാപാത്രമോ അയാളുടെ കൂടെയുള്ള സഹായിയോ സിൻഡോ എന്ന കഥാപാത്രമോ ഒന്നുമല്ല എന്നും അയാളുടെ ബോഡി ഷേപ്പിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നതാണ്. സോ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ഒരു കഥാപാത്രം ഞാൻ നേരത്തെ പറഞ്ഞ ആ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട് വരുന്ന ആരെങ്കിലും ആയിരിക്കാം. ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന സീൻ പോലും മിക്കവാറും സെക്കൻഡ് പാർട്ടിലേക്ക് കണക്ട് ചെയ്യുന്നതായിരിക്കാം. അതായത് ഇത് ശിവദാസന്റെ പ്ലാനിന്റെ ഇടയ്ക്ക് വരുന്ന കാര്യമല്ല, പകരം മറ്റാരോ ഇതിനിടയിൽ നിന്ന് കളിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്തതായിട്ടായിരിക്കാം ഇവിടെ കാണിച്ചത്. കൂടാതെ ഇവിടെ തന്നെയുള്ള മറ്റൊരു കാര്യം, രമ്യയുടെ മരണത്തിന് ശേഷം കാർത്തിക് അത് അന്വേഷിച്ച് രമ്യയുടെ വീട്ടിലെത്തുമ്പോൾ അയൽക്കാരി പറയുന്നുണ്ട് മുൻപ് ഒരു പോലീസുകാരൻ ഇവിടെ വന്നിരുന്നുവെന്നും പിന്നീട് പോലീസുകാരന്റെ ഭാര്യ വന്നിരുന്നുവെന്നും. സോ ഇവിടെ ഈ പറയുന്നത് ഈ സിനിമയിലെ വില്ലന്മാരെ വെച്ച് നമുക്ക് നോക്കിയാൽ ആ പോലീസുകാരനായി വരാൻ സാധ്യതയുള്ളത് ശിവദാസനായിട്ടാണ് തോന്നുന്നത്. എന്നാൽ അയാളുടെ ഭാര്യ മരിച്ചിട്ട് വർഷങ്ങളായിട്ടുണ്ടെന്നാണ് കാണിക്കുന്നത്. കൂടാതെ കോട്ടയം നസീറിന്റെ ഭാര്യയായിട്ട് വരാനോ ചാൻസ് ഇല്ല. കാരണം ആ പോലീസുകാരനും ഭാര്യയും രമ്യയുടെ വീട്ടിൽ മുന്നേ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്നാൽ രമ്യ മരിക്കുന്നതിന് മുന്നേ ഉള്ള ഒരു ദിവസം സംഭവിക്കുന്ന ഈ ഒരു സീനിൽ പോലും രമ്യയും ഈ ഒരു കഥാപാത്രവുമായി അത്ര വലിയ അടുപ്പമുള്ളതായിട്ടോ പരിചയമുള്ളതായിട്ടോ പോലും കാണിക്കുന്നില്ല. കൂടാതെ രഘുവിന്റെ ഈ സുഹൃത്തും രമ്യയുമായിട്ടും പരിചയമുള്ളതായിട്ടോ നല്ല അടുപ്പമുള്ളതായിട്ടോ കാണിച്ചിട്ടില്ല. മാത്രമല്ല ഇവരുടെ ഭാര്യമാരെയും ചിത്രത്തിൽ കാണിക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെ അന്ന് അവിടെ വന്നിട്ടുള്ള പോലീസുകാരനും ഭാര്യയും ആരാണ് എന്ന് ചിത്രത്തിൽ എവിടെയും വ്യക്തമാക്കിയിട്ടുമില്ല. സോ എനിക്ക് തോന്നിയത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു പെൺകുട്ടിയുടെ അച്ഛനോ അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട് വരുന്ന ആരെങ്കിലും ഒരു പോലീസുകാരനായിരിക്കാം. സോ ഈ ഒരു പോലീസുകാരനും ഭാര്യയുമായിരിക്കാം ഇവിടെ സിമിയെ കാണാനായി മുന്നേ വന്നിട്ടുള്ളത്. സോ അത് ആരാണെന്ന് എവിടെയും വ്യക്തമാക്കാതെ പോയതും ജയശങ്കറിന്റെ വണ്ടി ആരാണ് കത്തിച്ചതെന്ന് വ്യക്തമാകാതെ പോകുന്നതുമെല്ലാം ഇങ്ങനെ അടുത്ത ഭാഗത്തിലേക്ക് നീക്കി വെക്കുന്ന കാര്യങ്ങളാകാം. സോ എന്തായാലും ഈ ഒരു സെക്കൻഡ് പാർട്ട് വരികയാണെങ്കിൽ അതിൽ മെയിനായിട്ട് വരുന്നത് ഈ ഒരു പെൺകുട്ടിയുമായിട്ടും ആ പെൺകുട്ടിയുമായി കണക്ട് ചെയ്തു വരുന്ന പോലീസുകാരും ആ പെൺകുട്ടിയെ സഹായിക്കുന്ന കുറച്ചു പേരുമെല്ലാം മെയിൻ വില്ലൻ കഥാപാത്രങ്ങളായിട്ടാകാൻ വരാൻ പോകുന്നത്. സോ ഇനി നമുക്ക് മറ്റ് ഡീറ്റെയിൽസിലേക്ക് വരാം. മിയ ജോർജിന്റെ സുനിത എന്ന കഥാപാത്രത്തെ വെട്ടുന്ന ജോഷി എന്ന ആ ക്യാരക്ടർ പിടിക്കപ്പെട്ട ശേഷം ആ ഒരു പത്രവാർത്ത കാണിക്കുന്ന സമയത്ത് അയാൾ ഒളിവിൽ കഴിയുകയായിരുന്നുവെന്നും ആള് മാറി വെട്ടി എന്നുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിലായി ആ പത്രവാർത്തയിൽ കൊടുത്തിരിക്കുന്നതായി കാണാം. ഈ ജോഷി സുനിതയെ വെട്ടാനായി വരുമ്പോൾ ഒരു ബൈക്കിലാണ് അവിടേക്ക് വരുന്നതെന്ന് കാണിച്ചിട്ടുണ്ട്. പിന്നീട് ഈ ജോഷി 2 വർഷത്തോളം ജയിലിൽ കിടക്കുകയാണ് എന്നാണ് കാണിക്കുന്നത്. ഈ സമയം ജോഷിയുടെ ഭാര്യയും മകളെയും കാണിക്കുന്ന ആ സീനിൽ അവിടെ ജോഷി 2 വർഷം മുന്നേ ഉപയോഗിച്ചിരുന്ന ആ ബൈക്ക് ഇപ്പോൾ ഉപയോഗിക്കാതെ പൊടിയെല്ലാമായി മൂടിയിട്ടിരിക്കുന്നതായി കാണാം. ശിവദാസൻ പറഞ്ഞിട്ടാണ് ഈ ജോഷി സുനിതയെ വെട്ടിയതെന്ന് സിനിമയുടെ അവസാനമാണ് നമ്മളെ കാണിക്കുന്നത്. എന്നാൽ സിനിമയുടെ പകുതിക്ക് വെച്ച് തന്നെ ജോഷിയെ കാർത്തിക് ചോദ്യം ചെയ്യുന്ന സമയത്ത് ആര് പറഞ്ഞിട്ടാണ് അന്ന് സുനിതയെ വെട്ടിയതെന്ന് കാർത്തിക് ജോഷിയോട് ചോദിക്കുകയും ജോഷി എന്തോ പറയാനായി വരികയും അവിടെ വെച്ച് നിർത്തുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. എന്നാൽ അതൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ അവിടെ ജോഷി അത് ഞാൻ ഷീ എന്ന് പറഞ്ഞുകൊണ്ട് ശിവദാസൻ എന്ന് പറയാൻ തുടങ്ങിയിരുന്നു എന്ന് നമുക്ക് കാണാം. സിൻഡോയെ കൊന്നതിന് ശേഷം ആ ഒരു കാര്യം ശിവദാസൻ ഡിവൈഎസ്പിയെയും സിഐയെയും പോലീസ് കൺട്രോൾ റൂമിലുമെല്ലാം വിളിച്ച് പറയുന്നുണ്ട്. സോ ഈ ഒരു സീനിൽ നിന്ന് തന്നെ ഈ ഒരു കഥാപാത്രം ആ കോൾ ചെയ്തിരിക്കുന്ന ആൾ ഒരു പോലീസുകാരനാണ് അല്ലെങ്കിൽ പോലീസുകാരുമായിട്ട് ഒരുപാട് അടുപ്പമുള്ള ആളാണെന്ന് വ്യക്തമാക്കുന്നുണ്ട്. കാരണം പോലീസ് കൺട്രോൾ റൂമിലേക്ക് വിളിക്കുന്നത് മനസ്സിലാക്കാം. എന്നാൽ ഈ സിഐയെയും ഡിവൈഎസ്പിയെയും എല്ലാം അവരുടെ പേഴ്സണൽ നമ്പറുകളിൽ വിളിച്ചറിയിക്കുന്നത് കൊണ്ട് അവരുമായി ഒരുപാട് അടുപ്പമുള്ള ഒരാളായിരിക്കും, മിക്കവാറും ഒരു പോലീസുകാരൻ തന്നെയായിരിക്കും ഇതെന്ന് ഒരു സൂചന അവിടെ വെച്ച് തന്നെ തരുന്നുണ്ട്. ഇനി 2-3 മിസ്റ്റേക്കുകൾ പറയാം. അതിലൊന്നാമത്തത് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ജോഷി സുനിതയെ വെട്ടിയിട്ടുള്ള കേസിന്റെ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയി ഒരു പത്രവാർത്തയിലൂടെ കാണിക്കുന്നുണ്ടെന്ന്. എന്നാൽ അവിടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ ആദ്യം കൊടുത്തിരിക്കുന്ന ആ കാര്യങ്ങൾ പലതും തന്നെയാണ് പിന്നീട് കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചുകൊണ്ട് പാരഗ്രാഫിന്റെ എണ്ണം കൂട്ടിയിരിക്കുന്നതെന്ന് കാണാം. ഇതേപോലെ സിമി മരണപ്പെട്ടതിന് ശേഷം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ ടിവിയിൽ വരുമ്പോൾ അവിടെ താഴെ എഴുതി കാണിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് ആഴ്ചകൾക്കിപ്പുറം കാർത്തിക്കും ജയശങ്കറും സിൻഡയെ കൊന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ കാണിക്കുമ്പോഴും അതിന്റെ താഴെയായി എഴുതി കാണിക്കുന്നത്. കോട്ടയം നസീറിന്റെ രഘു എന്ന കഥാപാത്രത്തിന്റെ വീട്ടിൽ കിടക്കുന്ന ഓട്ടോയുടെ അതേ നമ്പർ തന്നെയാണ് സിൻഡോ തന്റെ ഓട്ടോയ്ക്ക് കൊടുക്കുന്നത്. കാരണം കേസ് വരികയാണെങ്കിൽ അത് രഘുവിലേക്ക് പോകുന്നതിന് വേണ്ടി. ഈ രഘുവിന്റെ വീട്ടിൽ കിടക്കുന്ന ഓട്ടോ അച്ഛൻ ഓടിച്ചിരുന്നതാണ്, അത് വളരെ പഴയതാണ്, അതുകൊണ്ടാണ് ഉപയോഗിക്കാതെ മൂടിയിട്ടിരിക്കുന്നത് എന്നെല്ലാമാണ് കാണിക്കുന്നത്. സോ ഇവിടെ വരുന്ന ഒരു കുഴപ്പം ഈ 2 ഓട്ടോകളും ഒന്ന് തന്നെയാണ് അല്ലെങ്കിൽ ഒരേ ഓട്ടോ തന്നെയാണ് അവർ ഷൂട്ടിങ്ങിനായി ഉപയോഗിച്ചിരുന്നത് എന്ന് കാണിക്കുന്നുണ്ട്. അതായത് സിൻഡോ ഓടിച്ചിരുന്ന ഓട്ടോയുടെ ഫ്രണ്ടിലായി ഒരു പക്ഷി പറക്കുന്നത് പോലെയുള്ള ചിത്രം കൊടുത്തിട്ടുണ്ട്.
രഘുവിന്റെ വീട്ടിൽ കിടക്കുന്ന അച്ഛൻ ഉപയോഗിച്ചിരുന്നു എന്ന് പറയുന്ന വർഷങ്ങളായി ഉപയോഗിക്കാതിരുന്ന ആ ഓട്ടോയുടെ ഫ്രണ്ടിലും ഇതേ സ്റ്റിക്കർ ഒട്ടിച്ചിരുന്ന പാട് നമുക്ക് കാണാം. സോ വേണമെങ്കിൽ ഇതിനെ സിൻഡോ എന്ന കഥാപാത്രം രഘുവിന്റെ വീട്ടിലുള്ള ഓട്ടോയിലെ എല്ലാ കാര്യങ്ങളും തന്റെ ഓട്ടോയിലേക്ക് മാറ്റിയിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം വന്നതെന്ന് ഒരു ബ്രില്യൻസ് പോലെ വേണമെങ്കിൽ പറയാം. എന്നാൽ എനിക്ക് തോന്നിയത് ഈ രണ്ട് വ്യത്യസ്ത ഓട്ടോകളായി കാണിക്കാൻ വേണ്ടി ഒരേ ഓട്ടോ തന്നെ യൂസ് ചെയ്തപ്പോൾ വന്നിട്ടുള്ള ഒരു മിസ്റ്റേക്ക് ആയിട്ടാണ്. സോ ദാറ്റ്സ് ഇറ്റ്. ഇത്രയുമാണ് ഈ ചിത്രം കണ്ടതിന് ശേഷം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള കാര്യങ്ങൾ. വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായവും സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ ഉൾപ്പെടുത്തുക. നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. അതുവരെ ബൈ.